കാട്ടിലെ ക്ലാസ് റൂം. കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ആ, സുഖമാ മാഷെ. ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേട്ടാലോ? പറഞ്ഞോളൂ. ആ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കഥ ഒരു പൂച്ചക്കുട്ടിയുടേതാണ്. എല്ലാവരും വീഡിയോകളിലേക്ക് നോക്കൂ. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ. ഈ പൂച്ചക്കുട്ടിയുടെ പേരാണ് ചിന്നു. അവൾ ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ മടിയായതിനാൽ തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. അമ്മയും അച്ഛനും ജോലിക്ക് പോയി. ഇനി നിങ്ങൾ കണ്ടു നോക്കൂ. രക്ഷപ്പെട്ടു. തലവേദന അഭിനയിച്ചുകൊണ്ട് സ്കൂളിൽ പോകണ്ടല്ലോ. ഇവിടെ ഇരിക്കാം, ആരെങ്കിലൊക്കെ വരും. കടുവച്ചാർ വരുന്നുണ്ടല്ലോ. ഒരു പണി ചെയ്യാം, കടുവച്ചാരോട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. കടുവച്ചാരെ എന്റെ കൂടെ കളിക്കാൻ കൂടുന്നോ? ഇല്ലില്ല, എനിക്കിന്നൊരു കല്യാണമുണ്ട്. നല്ല സദ്യ. എനിക്ക് പോണം. വൈകിട്ട് കാണാം. ഇയാളെന്താ ഇങ്ങനെ? വേറെ ആരെങ്കിലും നോക്കാം. ജിറാഫണ്ണ വരുന്നുണ്ടല്ലോ. ജിറാഫണ്ണ എന്റെ കൂടെ കളിക്കുന്നോ? അയ്യോ, കളിക്കാനൊന്നും സമയമില്ല മുത്തേ. ചിന്നു ഇന്ന് സ്കൂളിൽ പോയില്ലേ? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിനു വേണ്ടി പോവാം. ഇങ്ങനെ കുണുങ്ങി പോയാ എപ്പ ഇന്റർവ്യൂ അല്ലനാ? ഓടിക്കേ. അയ്യോ, ശരിയാണല്ലോ. അപ്പൊ ശരി, വന്നിട്ട് കാണാം. എനിക്ക് ധൃതിയുണ്ട്. ജിറാഫണ്ണനും പോയി, ആ പ്രതീക്ഷം പോയി. ആരെങ്കിലും വരും. നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടേ ചിന്നു? എനിക്ക് തലവേദനയാണല്ലോ ഗോറില്ലക്കുട്ടാ. വാ, നമുക്ക് കളിക്കാം. ഒരു ചിന്നു, ഞാനൊരു ഗുസ്തി മത്സരത്തിന് പോവാ. 1 2 3. അമ്മേ, അതും പോയി. നീ എവിടെ പോന്നു? സ്കൂളിലേക്ക് പോവാണോ? എനിക്ക് തലവേദനയാ, ഞാൻ വരുന്നില്ല. കള്ളത്തലവേദനയൊക്കെ മാറ്റി വെച്ച് സ്കൂളിൽ പോയിരുന്നു. അല്ല, എനിക്ക് ശരിക്കും തലവേദനയാ. ആനമാവ എന്റെ കൂടെ കളിക്കാൻ കൂടുന്നു. ചിന്നു സ്കൂളിൽ പോകാതെ ഇവിടെ വന്നിരിക്കണോ? ഞാൻ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്നുമില്ല കളിക്കാനൊന്നും. അയ്യോ വേണ്ട, പറയണ്ട. എന്താ ചിന്നു ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, തലവേദനയായിരുന്നു. കണ്ടോ, എല്ലാവർക്കും ജോലിയുണ്ട്. നിന്റെ ജോലി ഇപ്പോൾ നന്നായി പഠിക്കുക എന്നുള്ളതാ. പോയി സ്കൂളിൽ ചെന്ന് നന്നായി പഠിക്കുക. അയ്യോ രക്ഷിക്കണേ. ഓടിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. തലവേദനയില്ല, ഒന്നുമില്ല. സ്കൂളിൽ പോയേക്കാം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ. ഇവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. നിങ്ങൾ എന്റെ കൂടെ കളിക്കുന്നോ? ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാ. കള്ളത്തലവേദനയും വെച്ച് സ്കൂളിൽ പോകാതിരുന്നു. ഇപ്പൊ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. എന്തായാലും ഇനി സ്കൂളിലേക്ക് പോന്നു. ഇനി ഞാനൊന്നും ചെയ്യില്ല. കണ്ടോ, ചിന്നുവിന്റെ കള്ളത്തലവേദന മാറിയത് കണ്ടോ? പഠിക്കാൻ കഴിയാത്തതിനാൽ തലവേദന അഭിനയിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു. കൂട്ടുകാരുമായി കളിക്കാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നാണ് ചിന്നു രക്ഷപ്പെട്ടത്. എല്ലാവർക്കും അവരവരുടേതായ ജോലികളുണ്ട്. ചിന്നുവിന്റെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. അതിലുഴപ്പി ക്ലാസ്സിൽ പോകാതെ വീട്ടിലിരുന്ന് കളിക്കാൻ പോയപ്പോൾ വലിയൊരു അപകടത്തിലാണ് ചെന്നുപെട്ടത്. അപ്പോ ഈ കഥയുടെ ഗുണപാഠം എല്ലാവർക്കും മനസ്സിലായല്ലോ? എനിക്കും മനസ്സിലായി. കള്ളത്തരം പറയാതെ നന്നായി എല്ലാവരും പഠിക്കണം. വേറൊരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം.